3 പേരെ അടിച്ചു കൊന്ന കേസിലെ പ്രകോപന കാരണം വെളിപ്പെടുത്തി പ്രതി ഋതു. ഋതുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ജിതിൻ കഴിഞ്ഞ ദിവസം സഹോദരിയെക്കുറിച്ച് മോശമായി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നു. ഇതാണ് പ്രകോപന കാരണമെന്നും പ്രതി. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, ഇന്നലെ നാടിനെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതകമാണ് ഇത്തരത്തിൽ വൈകുന്നേരം ഉണ്ടായത്. ആ ഘട്ടത്തിൽ തൊട്ട് ഇയാൾ മയക്കുമരുന്നിനടിമയാണ്. ഇയാൾക്കെതിരെ ഇതിനു മുമ്പും വിവിധ കേസുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയുന്നത്? ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തുകയും ഒരാളെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് ഋതു ജയനെ ഇന്നലെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു. ഇതിനിടയിൽ ഇയാള് കുറ്റം, അതായത് താൻ ചെയ്ത കുറ്റം പോലീസിനോട് സമ്മതിച്ചു. മാത്രമല്ല എന്താണ് പ്രകോപന കാരണം എന്നുള്ളത് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ ഇയാൾ പറയുന്ന ഒരു കാരണം, ഇയാൾ ക്രൂരമായി ആക്രമിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന അയൽവാസി, ആ ജിതിൻ എന്ന് പറയുന്ന അയൽവാസി തന്റെ സഹോദരിയെ കുറിച്ച് മോശം സംസാരിച്ചു എന്നുള്ളതാണ് ഇയാളുടെ അവകാശവാദം. മാത്രമല്ല ഈ ജിതിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് ആ വീട്ടിലെത്തിയതെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. എതിര് നിന്നവരെ എല്ലാവരെയും ആക്രമിക്കുകയായിരുന്നു. ഇതാണ് പ്രകോപന കാരണമായി ഉണ്ടായത്. കൂടാതെ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഇയാൾ പോലീസിനോട് പറയുന്നു. പിടികൂടിയ ഘട്ടത്തിൽ തന്നെ സംഭവിച്ചത് എല്ലാം പോലീസിനോട് പറയുകയും ചെയ്തു എന്നാണ് ഇയാൾ പറയുന്നത്. മറ്റൊന്ന്, ഇയാൾ MDPS, അതായത് ലഹരിമരുന്ന് കേസിൽ 52 ദിവസം ജയിലിൽ കഴിഞ്ഞ പ്രതിയാണ്. ഇയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് മലബാറിനുള്ള ഒരു ആശുപത്രിയിലാണ് ഇയാൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചികിത്സ നേടിക്കൊണ്ടിരുന്നത്. മെഡിക്കൽ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ഇയാൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ബംഗളൂരുവിൽ ജോലി സംബന്ധമായി ഇയാൾ അവിടെ സീലിംഗ് ജോലിക്ക് വേണ്ടിയായിരുന്നു ഇയാൾ പോയിരുന്നത്. ഈ ജോലി കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇയാൾ നാട്ടിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഈ അതിക്രമം നടത്തിയതും. സഹിനി, കൃത്യം നടത്തുന്ന സമയത്ത് ഇയാൾ പൂർണ്ണ ബോധത്തിലായിരുന്നു. ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഇയാൾക്ക് ഒട്ടുമിക്ക സമയങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാള് ലഹരിക്ക് അടിമയായിരുന്നു. മാത്രമല്ല ഇയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇയാള് അത് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചാണോ എന്നുള്ളത് ഇപ്പൊ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഇയാൾ ആരോഗ്യത്തിന് ചികിത്സ നേടുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല കടുത്ത ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇയാൾ അതിക്രമം നടത്തുമ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് ശാസ്ത്രീയമായി കൂടി തെളിയിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ പോലീസിന്റെ പരിശോധനയിൽ ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം തന്നെയാണ് ഇന്നലെ നാടിനെ നടുക്കിയ കൂട്ടക്കൊലപാതകമാണ് ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ 3 പേരെയാണ്, ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഇരുമ്പുവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ആ പ്രതിയുടെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. സഹോദരിയെക്കുറിച്ച് ഇപ്പോൾ പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന ജിതിൻ മോശമായി സംസാരിച്ചതാണ് പ്രകോപന കാരണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതിയായ ഋതു പറയുന്നത്. ഇയാൾ സ്ഥിരമായ ലഹരിക്കടിമയാണ്, അയാൾക്ക് മാനസികമായി പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.